മറ്റുള്ള മതസ്ഥരോടും അവരുടെ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒരാൾ സാദൃശ്യപ്പെട്ടാലോ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും മറ്റൊരു ഖൗമിനോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. പേരുകൊണ്ടും തറവാടുകൊണ്ടൊക്കെ നമ്മൾ ആളയിക്കും, പള്ളിയിലൊക്കെ പോകും, നിസ്കാരം സുന്നത്തൊക്കെ ഉണ്ടാവും. പക്ഷെ മറ്റൊരു മതസ്ഥന്റെ ആദർശം, അവന്റെ വിശ്വാസം, അവന്റെ സംസ്കാരങ്ങൾ, അവന്റെ വേഷഭൂഷാദികൾ കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെന്ന് ഒരിക്കലും നമ്മൾ ആരുടെയെങ്കിലും പ്രസ്ഥാനത്തിന്റെ വാക്കുകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഒരിക്കൽ നബി തങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് പറയാ, എന്റെ ഉമ്മത്തിൽ കുറച്ച് ആളുകൾ വരും, അവർ യഹൂദി നസാറാക്കളുടെ മാർഗം അതേപോലെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. എത്ര കൃത്യം! ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവരെ പോലെ പിൻപറ്റി നടക്കും. എത്രത്തോളം എന്നാൽ അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ ആ മാളത്തിലും പ്രവേശിക്കും. എത്ര അപകടം ഉണ്ടെന്ന് അറിഞ്ഞാലും ശരി, അവര് ചെയ്യുന്നുണ്ടോ, എന്താ ഞമ്മക്കും കുഴപ്പം, എന്താ ഇത്ര പ്രശ്നം എന്ന് അവൻ ചിന്തിക്കും, അവൻ അതിലേക്ക് ചെന്നപ്പെടും. അതുകൊണ്ട് തന്നെയാ നബി തങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ മാനുഷികമായ സൗഹൃദങ്ങളും സ്നേഹവും പരിഗണനയും അവകാശ ബാധ്യതകളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ മതത്തിന്റെ വിഷയം വന്നാൽ, വിശ്വാസത്തിന്റെ വിഷയം വന്നാൽ, അഖീദയുടെ വിഷയം വന്നാൽ, ദീനിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ മറ്റു മതസ്ഥന്റെ വിശ്വാസവും ആചാരവും സംസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. അവർ ചെയ്യുന്നവർ ചെയ്തോട്ടെ. എന്തേ കാരണം? ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളോട് എതിരാകണം. അവരുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളോട് നിങ്ങൾ എതിരെ നിൽക്കണം. ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം. ഖാലിഫുൽ മജൂസ്, നിങ്ങൾ മജൂസികളോട് എതിരാകണം. ഞാൻ ആ ഹദീസിലെ അതേ ലഫ്ള വായിച്ചത്, കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന മതസ്ഥരുടെ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില സമയത്ത് നിങ്ങൾ നിസ്കരിക്കാൻ പോലും പാടില്ല. നിസ്കാരം എത്ര നല്ല കാര്യമാണ്, എത്ര നല്ല കാര്യമാണ് നമസ്കാരം. ഇസ്ലാം നിർബന്ധമാക്കപ്പെട്ട ഇബാദത്ത്പ്പെട്ട നമസ്കാരം. പക്ഷേ സൂര്യ ആരാധകർ നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമസ്കാരം നിരോധിച്ചിരിക്കുന്നു. ഇനി ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഒരൊറ്റ കാര്യമാണായിട്ട് പറയും. മുസ്ലിമീങ്ങളുടെ 2 പെരുന്നാളുകളേക്കാൾ ഇന്ന് മുസ്ലിമീങ്ങൾ ഏറ്റവും ആഘോഷിക്കുന്നത് മറ്റു മതസ്ഥരുടേതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ 100% നിങ്ങൾ സമ്മതിക്കും. കച്ചവടക്കാർ, അങ്ങാടികൾ, കലാലയങ്ങൾ എല്ലാം ആണും പെണ്ണുമായ ഓരോരുത്തരും ഇന്ന് ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നതും പ്രചരിപ്പിക്കുന്നതും അതിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പെടുന്നതും, സഹോദരങ്ങളെ, മറ്റു മതസ്ഥരുടെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ കേവലം ഒരു ഭക്ഷണമല്ല, കേവലം ഒരു വസ്ത്രമല്ല. എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു ദർശനമുണ്ട്, ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്, ഒരു പുരാണമുണ്ട്. അത് പഠിക്കാത്ത പുതുതലമുറയോട് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കിട്ട് പൊങ്കാലയിട്ടാലും ഒന്നേ പറയാനുള്ളൂ, ദീനായിട്ട് ഇസ്ലാമല്ലാത്തൊരു മാർഗത്തെ ഒരു മനുഷ്യൻ സ്വീകരിച്ച് നടന്നാൽ അത് വിലപ്പോവില്ല, അത് സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഇസ്സത്തിനെയാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. ഇസ്ലാമിന്റെ ആഘോഷമാണ് നമ്മുടെ ആഘോഷം, ഇസ്ലാമിന്റെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ തന്നെയോ എന്തോ അറിയാതെ നമ്മുടെ കെണിയിലേക്ക്, നമ്മളത്തരം വലകളിലേക്ക് ചെന്ന് ചാടുമ്പോൾ ശ്രദ്ധയുണ്ടാവണേ എന്ന് മാത്രം സ്നേഹത്തോടെ നസീഹത്തോടെ അതിനെ ഉൾക്കൊള്ളണമെന്നും വളരെ ചെറിയൊരു സന്ദേശമായി മനസ്സിലാക്കി അതിന്റെ ഡീറ്റെയിൽ ആയ പഠനത്തിന് തയ്യാറായാൽ നമുക്ക് ബോധ്യപ്പെടും അതിന്റെ ഗൗരവം എത്രയാണെന്ന്.